നമസ്കാരം ഗൈസ്, ആർച്ചയാണ് ഡബ്ലോണസിലെ പുതിയ വീഡിയോ ലക്ഷ്യം. ഇന്നത്തെ ഒരു ഡൈമൻഡ് ബ്ലോഗാണ്. നമ്മൾ രാവിലെ നേരത്തെ ഇന്ന് ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. 6 മണിക്ക് ഇട്ടതാണ്. സമയം ഏകദേശം എത്ര മണി? 6 സംതിങ് ആയില്ലേ നിഷു ഗൈസ്? സമയം 6:47. നമ്മൾ രാവിലെ എണീച്ച് വാഷ്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായി റീലൊക്കെ എടുത്തിങ്ങനെ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇപ്പോഴും കുറച്ച് ബ്ലോഗ് എടുക്കാന്ന് വെച്ചാൽ അങ്ങനെ ബ്ലോഗ് എടുക്കാൻ ഡൈമ ലൈഫ് എന്നത് കുറച്ച് കാലം ഉൾപ്പെടുത്തി എടുക്കാന്ന് വെച്ചാൽ ഇന്ന് പണിയില്ല ഗൈസ്. നമ്മൾ രാവിലെ എനിക്ക് പോയി റബ്ബർ തുറത്ത് വെട്ടാൻ വീട്ടിൽ നോക്കാൻ പോയി. റബ്ബർ വെട്ടിയിട്ടില്ല. അവർ ഇത്ര നേരത്തെ സാധാരണ നേരത്തെ വെട്ടുന്ന ആൾക്കാരാണ്. ഇന്ന് വെട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് അവധിയാൻ തോന്നുന്നു. നമ്മള് കിച്ചു വന്നായിരുന്നു ആ സമയത്ത്. കിച്ചു അമ്മയോട് ഓടിക്കളഞ്ഞു. രാവിലെ വന്നായിരുന്നു. അവനോട് ഇവിടെ ഇരിക്കുന്നു. ഒച്ചപ്പാടും പാടുണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയിരിക്കും. അവന് ഈ നാളെ ഫുഡും തരുന്നില്ല തോന്നുന്നു. പോയി കളഞ്ഞ് അവനെന്തായാലും കൊടുക്കാം നിഷു എന്തെങ്കിലും എടുത്ത് കൊടുക്കായിരിക്കും. നമുക്ക് എന്തായാലും ഇനി ഞാൻ കുറച്ച് റെസ്റ്റോറൻറ്റ് കഴിച്ച് പോയിട്ട് ഇൻട്രോ കൊണ്ടുപോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. കുറച്ച് റെസ്റ്റാണ്. ഇന്ന് നമുക്ക് പണിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും മതിയല്ല. കുറച്ച് നേരം കൂടി കിടന്നിട്ട് പതുക്കെ ഇരിക്കാന്ന് വെച്ചിട്ടാണ്. നിഷു എന്തായാലും അതിന് സമയം കൊണ്ട് ചായക്ക് വെള്ളം വെച്ചത്. ചായ വെച്ചത് ചായക്ക് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്. എനിക്ക് കട്ടൻ ചായ വേണ്ട. നിഷു കുടിക്കും. മുട്ട പുഴുങ്ങാൻ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. എനിക്ക് വയ്യ ഗൈസ്. നിഷുവിന് വയ്യ ഗൈസ്. നിഷുവിന് ഭയങ്കര തുമ്മലും ജലദോഷം ചുമയൊക്കെയാണ്. വയ്യ. അപ്പൊ ഇന്നെന്തായാലും പണി തരത് ഭാഗ്യം. പക്ഷെ എങ്കിലും ബാക്കിയുള്ള ചെയ്യണമില്ല. അപ്പോൾ ഞാൻ എന്തായാലും പ്രശ്നപ്പെടുന്നത് പിന്നെ നിഷുവിനെ പല്ലേച്ച് പ്രശ്നപ്പോകാനായിട്ട്. വാ നിഷു എന്തായാലും നിഷുവിൻ്റെ ബേക്കറി കവർ പൊട്ടിച്ചിട്ടുണ്ട്. കിച്ചുതി ഓടി ചാടി വന്നിട്ടുണ്ട്. കൊള്ളാം. അവനറിയാം അവനത്ത് നമ്മളെ കൊണ്ട് പോകണമെന്ന്. അവനത് വന്ന് നിൽക്കണത് വെയിറ്റിംഗ് ആണ് കെട്ടയക്കാൻ വേണ്ടി. പെട്ടെന്ന് തുറക്കുന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. വിശന്നിട്ട് എന്തായാലും കിച്ചുവിന് ഫസ്റ്റ് കൊടുക്കട്ടെ. ചോറൊന്നും ഇവിടെ കിച്ചു മോനെ. ബേക്കറി ഉള്ളൂ. നീ ആണെ അത് കഴിക്ക്. കപ്പുറത്ത് കഴിക്ക്. അവൻ അത് കഴിച്ചോളൂ. പ്ലേറ്റ് ഇട്ട് കൊടുക്കും. അവനോട് പ്ലേറ്റ് ഇട്ട് കൊടുക്ക്. ചോറൊന്നും ഇവിടെ കിച്ചു മോനെ. ബേക്കറി ഉള്ളൂ. നീ ആണെ അത് കഴിക്ക്. കപ്പുറത്ത് കഴിക്ക്. വേറൊന്നും ഇല്ലടി എന്നാവും ചോദിക്കണത്. ഇത് ഇന്നലെ അവന് കൊടുത്തിട്ട് ബാക്കി കപ്പുറത്താണ്. അത് കഴിച്ചു തുടങ്ങിയിട്ട് തരാം. അവിടെ ഇരുന്നു. വേറൊന്നുമില്ല മോനെ. ഫുഡൊന്നുമില്ല. ഫുഡ് നെഹി ബൈ. ഫുഡ് നെഹി. അപ്പോൾ കഴിച്ച് നിഷു എന്തായാലും കട്ടിലൊക്കെ ഒതുക്കി സാധനമൊക്കെ ഒതുക്കി വൃത്തിയാക്കി അടിച്ചൊരു വൃത്തിയാക്കാണ്. അടിച്ചൊരു വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ രാവിലത്തെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് അതൊക്കെ എന്താണെന്ന് പിന്നെ വഴിയെ കാണിച്ചു തരാം. ഇപ്പം എന്തായാലും നമ്മൾ ഒതുക്കി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളടുത്ത് പച്ചക്കറി ഒന്നും ഇല്ല അല്ലേ നിഷു? പച്ചക്കറി ഒന്നും ഇല്ല ഗൈസ്. എല്ലാം തീർന്നതാണ്. എരി കൊണ്ടുപോയതാണ്. സംശയമാണ്. എരി കൊണ്ടുപോയതാണോ? എരിയാന്ന പണിയാണ്. പച്ചക്കറി ഉണ്ടാകുന്നതൊക്കെ എരി എടുത്തുകൊണ്ട് പോയി. വേറെ എരിയും. പിന്നെ ഈ മേശപ്പുറത്തിരിക്കണം നമ്മുടെ പറമ്പിനടുത്ത് കുറച്ച് കുരുമുളകാണ്. അത് ഉണക്കാൻ വെക്കണം. അത് ഉണക്കിയിട്ട് വേണം ശരിക്കും ഇതാക്കി കുപ്പിയിൽ അടച്ചു വെക്കാൻ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണത്. എന്തായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കട്ടിലൊതുക്കി കുത്തായിട്ട് അടിച്ചൊരു ക്ലീൻ ചെയ്യട്ടെ. കിച്ചു എന്തായാലും താഴെ പോയി കിടപ്പം. ഞാൻ കാണിച്ചു തരാം. അവൻ നേരത്തെ കിടന്ന അതേ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ പോയി കിടപ്പുണ്ട് കേസ്. അവൻ അവിടെ തന്നെ പോയി കിടപ്പുണ്ട് വീണ്ടും. അവൻ പിണങ്ങിയിരിക്കുക. അവന് ഫുഡ് കൊടുക്കാത്ത വിഷമത്തിൽ അവൻ പിണങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ വേറെ ഒന്നുമില്ല. നമ്മളുകൊണ്ടാണ് ഇപ്പം അമ്പലത്തിനാണ് ഫുഡ് കഴിക്കണത്. അതുകൊണ്ട് നമുക്ക് വേറെ ഫുഡൊന്നും ഇല്ല താനും. ഇവൻ ഇന്നലെ രാത്രി വന്നില്ല. ഇന്നലെ വൈകിട്ട് വന്നില്ല. ഇപ്പം നേരത്തെ രാവിലെ വന്ന്. ഇതിപ്പോൾ രാവിലെ നേരത്തെ വന്ന് എങ്ങനെ ശരിയാവാം അല്ലേ? വന്ന് ആവശ്യം. ഇപ്പോൾ അവൻ ലേറ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഉണ്ടാക്കൂല. അതാണ് പ്രശ്നം. വേറെ കാര്യം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുഴുങ്ങിയ മുട്ടയാണ്. അത് ഇവിടെ അടുപ്പത്തായിക്കൊണ്ടിരിക്കുകയാണ്. അത് തിളച്ച് സവാളായി. ഇതൊക്കെ നമ്മുടെ കറിവേപ്പിലയും ഇതൊക്കെ ഉണങ്ങി വെക്കണം. നിഷു തട്ടി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കേസ് എനിക്ക് കറിവേപ്പില ഇഷ്ടമാണ്. പക്ഷേ എന്താ പ്രശ്നം? നമ്മളിവിടെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ശ്രുതി ആണെങ്കിൽ അതൊക്കെ ആവശ്യത്തിന് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. അങ്ങനെ അവിടെ വെച്ച് എല്ലാം ഇതാക്കി കളയും. കരിയിച്ച് കളയും. ഉണങ്ങി കരിഞ്ഞ് അവസാനം വേസ്റ്റായി എടുത്ത് കാണേണ്ട അവസ്ഥയായിരിക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ കറിവേപ്പില തൈ നട്ടിട്ടാണെങ്കിൽ തൈ വളർന്നുമില്ല. അതാണെങ്കിൽ എന്തോ മുരടിച്ച അവസ്ഥയിൽ നിൽക്കുന്നു അല്ലേ നിഷു?
അത് അങ്ങോട്ട് പുഷ്ടിക്കുന്നില്ല, അതാണ് സങ്കടം. കൊടുക്കാനുള്ള വിറ്റാമിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ദിവസവും, പക്ഷെ അത് വളരുന്നില്ല അങ്ങോട്ട്. എൻ്റെ അപ്പം എനിക്ക് ആവശ്യമുണ്ട്. എന്തായാലും കടിച്ച് വൃത്തിയാക്കട്ടെ, എന്നിട്ട് വേണം പുറം വൃത്തിയാക്കണം അല്ലേ. ഇങ്ങനെ അടിച്ച് ആദ്യം വീടിനകത്ത് അടിച്ച് വൃത്തിയാക്കി എല്ലാം വേസ്റ്റൊക്കെ പുറത്താക്കിയിട്ട് വേണം പുറത്തുകൂടെ അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കാനായിട്ട്. അത് നിഷു അടിച്ചു വരട്ടെ, ഞാൻ എന്തായാലും പോയി കുറച്ച് നേരം കിടക്കട്ടെ കേസ്. ഞാൻ പോയി കിടന്നാൽ നിഷു എന്തായാലും പണി പാകി നിർത്തിയിട്ട് വന്ന് കിടക്കാൻ വരും, അതാണ് കാര്യം. അതതിന് ഞാൻ പിന്നെ കൂട്ടും നിൽക്കണത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കിടക്കുന്ന സമയം കഴിഞ്ഞു. വഴികൊണ്ട് തോർത്തിട്ടേക്കണം. ഈ പ്ലാസ്റ്റിക്കിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കേണ്ടി ഇവിടെ ഇട്ട് കത്തിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പറമ്പ് വൃത്തിയിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ കൊടുക്കാൻ ഇട്ടിച്ചിരിക്കുകയാണ്. അത് അതൊക്കെ ശ്രദ്ധി പോകുന്നുണ്ട്, വൃത്തിയാക്കി എടുക്കുന്നതായിരിക്കും അവർക്ക് കൊടുക്കണ്ടേ. അതാണ് പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ നുള്ളിപ്പുറക്കി എല്ലാം കൂടി ഹരിത കർമ്മസേനയുടെ കവറിൽ ഇവിടെ ആ മൂലയ്ക്ക് നമ്മൾ കുറച്ച് കവർ ഇട്ടിട്ടുണ്ട്. ആ കവറുള്ള എല്ലാം ആക്കി സെറ്റാക്കി എടുത്ത് വെക്കും അവർ കൊടുത്തുവിടാനായിട്ട്. അവരിപ്പോൾ അടുത്ത മാസം വരുള്ളൂ, ഈ മാസം വന്നു പോയി കഴിഞ്ഞു അല്ലേ. അടുത്ത മാസം വരുള്ളൂ, എന്താ മാറാല്ലേ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് അമ്പലത്തിൽ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്, പക്ഷെ അത് കേൾക്കും തോന്നാനുള്ള ഇവിടം വരെ. പക്ഷേ അവർ അനൗൺസ്മെൻറ്റിന് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ സമയമല്ലേ നിഷു? അമ്പലത്തിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ സമയമില്ലേ? കൊടുത്തു തുടങ്ങും സമയം. ഇപ്പം 7 മണിയായി, 1 മണിക്കൂർ തുടങ്ങും. അതൊക്കെ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യണത്. ശരിക്കും നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് നടന്നു പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വരായിരുന്നു. പക്ഷേ ഇച്ചിരി ദൂരം കൂടുന്നുണ്ട്, നടന്നെത്തൂല. അങ്ങനെ എനിക്ക് കാലിന് എത്തല്ലേ, ക്യാൻസർ വരെ കാലിലൊടിഞ്ഞിട്ട് കൈസ് കാലിൻ്റെ കുഴ തന്നെ പോയിട്ട് കുഴയോടെ ചിലത് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര ഒന്നും നടക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ നടന്നു പോകുന്നുണ്ട്, നേരത്തെ ഇറങ്ങി പോകണ്ടോ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ കാശ് മുതലാവില്ല. അവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഓട്ടോ ചെയ്യാൻ കുറേ പൈസ ചിലവാക്കി. ഇനി ഓട്ടോ കാശ് നമുക്ക് മുതലാവില്ല. ആ പൈസയ്ക്ക് നമുക്ക് വേറെ കാലത്ത് ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് നടന്നു തന്നെ പോകാനുള്ള പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വേസ്റ്റൊക്കെ പോട്ടെ. ശരിക്കും പറഞ്ഞാൽ ശിവരാത്രി വരെ അമ്പലത്തിൽ ഫുഡുണ്ട് നമുക്ക്. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോയിട്ട് വേണം, ദൂരെ കൂടുതലുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. 3 നേരം കൊണ്ടുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് ഉച്ചത്തെ ഫുഡ് ഭക്ഷണം കഴിച്ചിട്ട് രാത്രി കൂടെ തന്നെ വാങ്ങിട്ടു. ഉച്ചത്തെ ഭക്ഷണം വാങ്ങിട്ടൊരു പാർസൽ രാത്രിക്ക് വേണ്ടിയിട്ട് അല്ലേ നിഷു? അല്ലെങ്കിൽ രാത്രി പോയി കഴിക്കാനും വേറെ നല്ല ഫുഡ് രാത്രിക്ക് ഉണ്ടാവും, വേറെ കാര്യം. പക്ഷേ നമുക്ക് പോകാനുള്ള സൗകര്യം ഇല്ലാത്ത പ്രശ്നം. ഒരു ചെറിയ സ്കൂട്ടിയോ അല്ലെങ്കിൽ ഒരു ബൈക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും, വരായിരുന്നു അല്ലേ. സൈക്കിൾ ഉണ്ടെങ്കിൽ മതിയായിരുന്നു, പോയിട്ടായിരുന്നു അല്ലേ നിഷു? സൈക്കിളിൽ ചവിട്ടി പോയിട്ട് വരായിരുന്നു. പക്ഷേ നടന്നാൽ എത്തൂല, ദൂരം കൂടുതലാണ്, അത് വേറെ പ്രശ്നം. നമുക്കൊരു സൈക്കിൾ വാങ്ങിച്ചത് എങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ സൈക്കിൾ വാങ്ങിച്ചാൽ? ഇപ്പോൾ സൈക്കിൾ വാങ്ങിക്കാനെങ്കിൽ പറഞ്ഞാൽ 10,000 ആവശ്യമുണ്ട് ഇപ്പോഴത്തെ സമയത്ത്. ഇന്നത്തെ കാലത്ത് സൈക്കിളിന് കൊടുക്കുന്നതാണല്ലോ. പിന്നെ ഇവിടെ കൊച്ചിയിലെ പോലത്തെ മറ്റേ റെൻ്റ് സൈക്കിളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അടിപൊളി ആയേനെ, നമുക്ക് 5 രൂപ കൊടുത്താൽ റെൻ്റ് എടുത്തിട്ട് പോയിട്ട് ഭക്ഷണം കഴിച്ച് വരായിരുന്നു അല്ലേ നിഷു? ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല. 1 മണിക്കൂർ 2 രൂപ ഉള്ളൂ. 1 മണിക്കൂർ നമുക്ക് രാവിലത്തെ 1 മണിക്കൂർ 2 രൂപ ഉള്ളൂ. നമ്മളത് അങ്ങനെ പോയി വന്നിട്ട് നമുക്ക് അത്രയും ചിലവുമില്ല, സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരായിരുന്നു. അങ്ങനെ കുറച്ച് ഹെൽപ്പ് ആയേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് ആ സൗകര്യം ഇവിടെ ഇല്ലല്ലോ, അതൊക്കെ സിറ്റിയിലല്ലേ ഉള്ളൂ. നീ അവിടെ കിടന്നോടാ, മനസ്സിലായ? നീ അവിടെ കിടന്നു, എന്നാൽ കുറച്ച് വീട്ടിലേക്ക് വിളിക്കും, നീ ഓടും, അത്രേ ഉള്ളൂ. അതാണ് നിഷു എന്തായാലും പുറത്തു പോയി അടിച്ച് വൃത്തിയാക്കി തീടണ്ട തീയിടണം. അടിച്ചൊരു തീടാൻ വേണ്ടി പോവാണ്. പറമ്പിലൊക്കെ കരിയിൽ ആവശ്യത്തിൽ കൂടെ അവിടെ അടിച്ചൊരു വൃത്തിയാക്കി തീയിടണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും നിഷു അടിച്ചു വരട്ടെ. നമ്മളവിടെയൊക്കെ വൃത്തിയാക്കി വെറുതെ പോകും. നിഷു അടിച്ചൊരു തീയിടട്ടെ. ആ സമയം കൊണ്ട് ബാക്കി കഴിച്ചിട്ടെ. ഞാൻ ഫസ്റ്റ് റീല് പോസ്റ്റ് ചെയ്തു രാവിലത്തെ. നമ്മളെ ചുറ്റും രാവിലെ നേരത്തെ നമുക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അടിച്ചൊരു തീടാൻ വേണ്ടി പോകാനുള്ള ഭാഗമായിട്ട് നിശ്ചിത അടിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ അടിച്ചൊരു കൂനയാക്കിയിട്ട് തീയിടണം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സാധനം ചെറിയൊരു കൂനയാക്കി തീയിടാനുള്ള പ്ലാനിലാണ്. വലുതായിട്ട് ആളി കത്തി പണി പാടും ആ വർഷം, നമുക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പുറകെ വെള്ളം എടുത്ത് ഒഴിക്കാൻ ഓടാൻ വയ്യ അല്ലേ നിഷു?
കാരണം ഒന്നാമത് വെള്ളം ഇപ്പോൾ നിശ്ചയമാണ് മല ചുറ്റിക്കൊണ്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം വെള്ളം എടുത്തുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതാക്കുന്നില്ല. എല്ലാവരും ഇപ്പോൾ ഇവിടെ അടിച്ചു കൊടുത്തേക്കട്ടെ. തീടാനാ ഞാൻ കത്തിയിട്ടാന്ന് നമ്മൾ ആര് കത്തുക ദിവസം. ഞാൻ തീടാം. ഞാനിവിടെ ഒരെണ്ണം തീയിട്ടുണ്ട്, പക്ഷെ ശരിക്കും കത്തുന്നില്ല. എങ്കിലും കത്തട്ടെ. നമ്മൾ രാവിലെ ഈ സമയത്ത് തീയിട്ടത്, ഈ സമയത്ത് വെച്ചാൽ മഞ്ഞുണ്ട്, കാറ്റില്ല, അപ്പോൾ ചൂട് നീങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ആര് കത്തിക്കോളും. ഇപ്പോഴും മഞ്ഞ് മരത്തിലൊക്കെ തങ്ങിയിട്ട് വെള്ളം ഒട്ടി നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് കത്തി അത്രയും തീർന്നില്ലേ. മറ്റേതില്ലെങ്കിൽ വെയിലത്ത് തീയിട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി മാറും. അതാ പ്രശ്നം. നമ്മൾ ഇപ്പോൾ തീയിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ അടിച്ചിട്ട് തീയിടണം. ഇവിടെ നിശ്ചയിടുന്നു നമ്മൾ മുകളിൽ തൊട്ടൊക്കെ തീടാണ്ട് എല്ലായിടത്തും തീയിട്ട് പെട്ടെന്ന് ഇന്ന് തീർക്കാൻ പറ്റാത്ത നല്ലതെന്ന് വിചാരിച്ച് തീടാൻ വേണ്ടി പോവാണ്. നോക്കട്ടെ, ഇവിടെ തീടണം. പിന്നെ താഴത്തെ തട്ടിൽ കരിയിലെ കൂടി, അപ്പോൾ അവിടെ ഫുൾ അടിച്ച് വൃത്തിയായിട്ട് തീടണം. നമ്മളെന്താണ് ഈ കരിയിലെ വൃത്തിയാക്കി തീടാൻ വേണ്ടിയാണ് ഇവിടെ വൃത്തിയാക്കിച്ചത്. മൊത്തം കാട് കളഞ്ഞത്. കാട് കളഞ്ഞപ്പോൾ കരിയിലെ മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ. കാട് കളഞ്ഞ് വൃത്തിയാക്കിയത്. എന്താ നമുക്ക് തീടാം. എന്തായാലും ഈ ഒരു കൂനെ കത്തിക്കാൻ ഞാൻ നിശ്ചയം അടിച്ചേരിക്കൊണ്ടിരിക്കാം. അപ്പോൾ അവൻ അടുത്ത കൂന ഉണ്ടാവും, അത് കത്തിക്കാം. അത് ചെയ്തിട്ടെ അവിടെ ഒരു കൂനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വീണ്ടും ബാക്കിൽ. അപ്പോൾ അവിടെ ഒന്ന് കത്തിക്കണം. പിന്നെ സാധാരണ നമ്മൾ അപ്പുറത്ത് കത്തിക്കാറുണ്ട്, അവിടെ കത്തിക്കണം. അപ്പോൾ എല്ലായിടത്തും ചെറിയ കത്തിക്കലാണ്. അത് വൃത്തിയാക്കാൻ നടക്കട്ടെ. ഇന്ന് രാവിലെ തന്നെ നമുക്ക് പണി ആയിക്കോട്ടെ, നല്ലതാണ്. പരിസരം വൃത്തിയായി സൂക്ഷിച്ചില്ലേ. പാമ്പൊക്കെ വരുമ്പോൾ പാമ്പൊക്കെ ഇഷ്ടമാണ് വരുന്നതാണ്. പന്നി ഇന്നലെ നമ്മളെ ലൈവ് കാണിച്ചായിരുന്നു. ഇവിടം വരെ വന്നിട്ട് ഇറങ്ങിപ്പോയിണ്ടായിരുന്നു. നിങ്ങൾ ലൈവ് കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇവിടെയും കത്തിച്ചു. ഇവിടെയും കത്തിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഈ കൂന കത്തിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കൂടെ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ മാത്രം കത്തിച്ചാൽ മതി. വിഷു എന്നത് അവിടെ തളിച്ച് ഫ്രണ്ടിൽ വേറൊരു കൂന കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കത്തിക്കാം. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ കത്തിച്ചിട്ട് പോവാം. അത് നമ്മൾ കത്തിക്കോളും. ഞാൻ കുറേ ശ്രമിച്ചു ഗൈസ്, ഇത് കത്തിയില്ല. അപ്പോൾ അതും ശ്രുതി കത്തിക്കും. ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. വിഷു എത്തിച്ചോളും. വിഷുവിനറിയാൻ കത്തിക്കേണ്ടതൊക്കെ. എനിക്ക് കുനിഞ്ഞിട്ട് ഇരിക്കാൻ വരാൻ വയ്യ. കാരണം മുട്ട് മടങ്ങുമ്പോൾ താഴത്ത് കാലുവേദന പെയിൻ. എൻ്റെ കാലുവേദന ശരിക്കും മാറിയിട്ടില്ല കേസ്. ആണ് വേറൊരു കാര്യം. നാളെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറയാം. നാളെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അറിയാം എന്തായിരിക്കും അവസ്ഥ എന്ന്. അതായത് നാളത്തെ ട്രാവൽ വ്ലോഗ് എടുക്കുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാം കണ്ടിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ. പേപ്പറിന് വേണം വെച്ചു. പേപ്പറൊക്കെ വെറുതെ തീപിടി തീർക്കല്ലേ. വാശിക്ക് പേപ്പർ വേണ്ട. ഞാൻ തീപ്പിനെ കത്തിക്കുന്നു വാശി. ഈ തെങ്ങിന് ചോട്ട് തീടാൻ കാരണം ഈ തെങ്ങിന് ഒന്നുമില്ല ഗൈസ്. നോക്കൂ, ഒന്നുമില്ല. തീ കത്തിച്ച വളാവൂല്ലോ നിഷു. അതിന് ദോഷമാവുള്ളൂ. എന്തായാലും അവിടെ കത്തിക്കട്ടെ. നിഷു അടുത്ത് കത്തിക്കട്ടെ. ഫയലിൽ നിഷു തോൽവി സംബന്ധിച്ച് പേപ്പർ എടുത്ത് കത്തിക്കാണ് പോയി. ഞാൻ പറഞ്ഞു പേപ്പർ വെച്ച് കത്തിക്കാതെ തീപ്പെട്ടി വെച്ച് കത്തിച്ചിട്ട് കത്തുന്നില്ല. പേപ്പർ വെച്ചിട്ട് ഒന്ന് കത്തിക്കുക. എല്ലാം തീ നേരിട്ട് കൊടുത്തിട്ട് കത്തുന്നില്ല, സമയം എടുക്കും. അത് ഞാൻ പറഞ്ഞു കേട്ടില്ല. ഇപ്പോൾ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി കത്തിക്കോളും. ഇപ്പോഴാണ് തീ അത്യാവശ്യം കയറി വന്നത്. ഇനി കത്താതെ അവിടെ പോവാ. കത്താണ്ട. നേരത്തെ ഇത്രയും പോലും കത്തിയില്ലായിരുന്നു. നേരെ പറഞ്ഞ തേക്കിനെല്ലാം ഫാസ്റ്റോടെ കത്തുന്നു. ഇപ്പോൾ കത്തിയതാ. എങ്ങനെയുണ്ട്? ഇത്രേ ഉള്ളൂ. ഞാൻ പറയുമ്പോൾ കേൾക്കണം. ഇപ്പോൾ അടിപൊളിയിട്ട് കത്തി. അതങ്ങനെയാണല്ലോ. അപ്പോൾ ഇനി റെസ്റ്റ് ആണെന്നുകൊണ്ട് നിഷു വന്നത് മുട്ട പൊട്ടിച്ച് തോലി ഇതാക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പുഴുങ്ങിയ മുട്ട പുഴുങ്ങിയതാണ്. ഇതാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മാത്രമേ ഉള്ളൂ. രാവിലെ വറക്കം പറ്റിക്കാണ് കേസ്. നിഷു ആവട്ടെ. നിഷുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒന്ന് തന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എഗ്ഗാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, വേറെ ഒന്നുമില്ല. വെറുതെ അപ്പോൾ ഇവിടെ ഇരുന്ന് റീൽസിന് കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കട്ടെ. ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. ബൈ. അത് എൻ്റെ പനിയുടെ കൂട്ടി ഇരിക്കുക. ഞാൻ മറ്റൊരു സിനിമയിലെ രജനീകാന്ത.
അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ 2 ദിവസം അമ്പലത്തിൽ പോയത് ഓട്ടോറിക്ഷയ്ക്കാണ്. പിന്നെ നടന്നു പോകുന്ന വെച്ച് ഇറങ്ങി. പക്ഷേ അവിടെ താഴെ വീട്ടിൽ മരണമുണ്ട്. അവിടുത്തെ മാവ് മരിച്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതിൽ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് മരിച്ചത് ഇന്നലെയാണ്. നമ്മൾ ഇപ്പോൾ രാവിലെ അറിയണത്, കുറച്ച് തൊട്ട് മുമ്പ് അല്ലേ. ആ റബ്ബർ ചേട്ടൻ ചേച്ചി പറഞ്ഞിട്ട് നമ്മൾ അറിയില്ലായിരുന്നു. നമ്മൾ ആ വഴിക്ക് അതുകൂടെ പോയേനെ. ഭാഗ്യം ആ വഴിക്ക് പോകാത്തത്. കാരണം മരണം വീട്ടിൽ കയറിയിട്ട് പിന്നെ അമ്പലത്തിൽ പോകുന്ന മോശമല്ലേ ഗൈസ്, അത് തെറ്റാണ്, അത് ശരിയല്ല. അതുകൊണ്ട് നമ്മളാരുമല്ല, നമ്മുടെ ബന്ധുക്കളൊന്നുമല്ല, അയൽവാസികളാണ്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ മരണം വീട്ടിൽ പോകുന്നില്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്നതിൻ്റെ പേര് നമുക്ക് മരണം വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോകണ്ടെന്ന് വെച്ച് ക്യാൻസൽ ചെയ്തു. നമ്മളിപ്പോൾ അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് താഴത്തെ മെയിൻ നാളെ ചേച്ചിക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാനാണ് പോയിട്ട് ഒരുക്കാനൊക്കെ. അവിടെ കൊച്ചിന് ഓട്ടം ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് പോയില്ല. മാത്രമല്ല ഇവിടെ മരണത്തിൽ പോയി 7 ദിവസം മുമ്പാണ്. അങ്ങനെ ഒന്നുമില്ലേ? മരണത്തിന് പോയാൽ പിന്നെ 16 കഴിയണം. നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോയില്ല. അതാണ് നമ്മൾ പോകാത്തത്. 16 വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നാളെ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ട് ചേച്ചിയുടെ. ശ്രുതിയാണ് മേക്കപ്പ് ചെയ്യണം. അങ്ങനത്തെ ശ്രുതിയാണ് പോകുമ്പോൾ നാളത്തെ ടൈമല്ലേ ശ്രുതി എടുക്കുമ്പോൾ അതൊക്കെ കാണിച്ചു തന്നായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് വിഷു നമ്മൾ മരണത്തിൽ പോകുന്നില്ല, രണ്ടാളും കൂടി പോകുന്നില്ല, ശരിയാവില്ല പോയാൽ. ഇപ്പോൾ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഓട്ടോയ്ക്കാണ് കണ്ടിരുന്നു അല്ലേ, പണിയാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി ശ്രുതി വരുന്നുണ്ട്. അങ്ങനെ താഴത്തേക്ക് പോകണം, അവിടെ അമ്പലം, അവിടെ വന്നിട്ട് ഫുഡ് പോയി നോക്കാം. അപ്പോൾ ഇതാണ് കേസ് അമ്പലം. നമ്മൾ അമ്പലത്തിൽ സൈഡിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇനിയിപ്പോൾ താഴെ അമ്പലമുണ്ട്, വേറെ ചെറിയ അമ്പലമുണ്ട്, അവിടെ അടുത്താണ് നമുക്ക് ഫുഡ് ഉള്ളത്. ഈ കട തുറന്നിട്ടില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ശ്രുതി ബലൂൺ വാങ്ങിച്ചത് ഇവിടുത്തെ കടയിൽ നിന്നാണ്. നമ്മുടെ വീട്ടിൽ ബലൂൺ തൂക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. അത് തുറന്നില്ല, അതിനുശേഷം തുറന്നില്ല. അതിനുശേഷം അപ്പൂപ്പന് കച്ചവടം പോയി നോക്കുന്നു പാവം. ഗൈസ് ഫുഡ് ശരിക്കും ഇലയിലാണ്, ഇന്നലെ പ്ലേറ്റിലായിരുന്നു. അപ്പോൾ ഇന്നലെയും ഞാൻ പ്ലേറ്റായിരുന്നു, ഇന്ന് ഇലയിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ കാര്യം എങ്ങനെയായിരുന്നു ഞാൻ നാളത്തെ ഡൈമ ലൈഫ് എടുക്കുമ്പോൾ കാണിച്ചില്ല ഗൈസ്. നാളെ മിക്കവാറും പ്ലേറ്റിലായിരിക്കുമല്ലോ, അപ്പോൾ അത് കാണിച്ചില്ല. നാളെ ഇലയിലാണെന്ന് പറഞ്ഞുകൂടാ, എന്താ ഇന്നലെ ഇലയിലാണ് കൂടുതൽ അടിപൊളി. ഇന്ന് വിളമ്പി വെക്കുമ്പോൾ ഇരുന്ന് കഴിച്ചാൽ മാത്രം മതി. മറ്റത് ക്യൂ നിന്ന് സാധനം വാങ്ങണമായിരുന്നു. ഇവിടെ ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിളമ്പി കഴിയുമ്പോൾ പോയിരിക്കാം. ശ്രുതി ആ സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനം പാർസൽ ചെയ്തുകൊണ്ടിരിക്കാം. ഞാനൊന്ന് വാങ്ങട്ടെ, ഇത് ശരിയാവില്ല. അപ്പം കഴിച്ചിട്ട് ഇലസദ്യയാണ്, പൊളിയാണ്, ഭയങ്കര തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ വിപുല സംബന്ധമായ സദ്യയാണ്. സദ്യ പോലെ തന്നെ വിളമ്പി കഴിച്ചു, പൊളി വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വിളമ്പുന്നേ ഉള്ളൂ. ആദ്യം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്ന് അമ്പലത്തിൽ അടിപൊളി സദ്യയാണ്. 2 തരം പായസം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പരിപ്പായസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ഓൾറെഡി അറപ്പായസം കഴിച്ചപ്പോൾ അടുത്ത പരിപ്പായസം വന്നിട്ടുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം പൊളി. ഇന്ന് സദ്യ അടിപൊളി. ഇന്നത്തെ സദ്യ ശരിക്കും ഒരു വേറെ ലെവലിൽ സാധനമായിരുന്നു. നല്ലത് അങ്ങനെ പറയാൻ പാടില്ലെന്നൊക്കെ ആളോട് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെ നല്ലതെന്ന് അറിയില്ല ഗൈസ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സദ്യ കഴിച്ചിട്ടില്ല, അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ ആദ്യം എവിടെയും തകർത്ത് സദ്യ കഴിക്കാനും പായസം 3 വട്ടം പായസം കഴിഞ്ഞ് പുളിശ്ശേരി വന്നു. അത് ആ ചോറും കഴിക്കുകയാണ്. അതിനിടയിൽ രസം മോരെല്ലാം വന്നു, എല്ലാം കഴിച്ചു, സെറ്റായി. ഞാൻ കഴിച്ച് ഇലയൊക്കെ മടക്കി കഴിച്ചു. എഴുന്നേറ്റ് പോട്ടെ, എല്ലാവരും എഴുന്നേറ്റ് പോകണം. ഇനി അടുത്ത ആൾക്കാർ ഇരിക്കാനുള്ളതാണ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോവാം. സംഭവം ഗൈസ് ഇതുപോലത്തെ സദ്യ നമ്മൾ കല്യാണത്തിന് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവിടുത്തെ പോളി സദ്യ, അടിപൊളി സദ്യ. ഇതുപോലത്തെ സദ്യ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല. വീട്ടിൽ എങ്ങനെ പറയാൻ പാടില്ല, എനിക്ക് അറിയാൻ പാടില്ല, എങ്കിലും പറയാണ്. ആയിക്കോട്ടെ, നല്ലതാണെങ്കിൽ നല്ലതാണ്, കുഴപ്പമൊന്നും അപ്പോൾ ഇവിടെ നിന്ന് നാളെ വൈകിട്ടാണ് നമ്മുടെ പരുത്തിക്കുഴിയിലെ ഡാൻസ്. നല്ല തിരക്കാണ്. അതാണ് തിരക്ക് കൂടി വരണേ ഉള്ളൂ അല്ലേ ആർജെ? അതാണ് എന്തോരം കറികളുണ്ടായിരുന്നു. 3 തരം അച്ചാറ്, പച്ചടി, കിച്ചടി, പിന്നെ തോരൻ, അവിയല്, പിന്നെ കൂട്ടുകറി, സാമ്പാർ, പരിപ്പ്, മോര്, രസം, പുളിശ്ശേരി, പപ്പടം, പഴം, പൊളിയായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും വീട്ടിലേക്കൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം നമ്മളും പോട്ടെ. ഇതിൻ്റെ സൗണ്ട് നല്ല രസമുണ്ട്, തോരണത്തിൻ്റെ. അപ്പോൾ ഗൈസ് ഇത്രയും നല്ലൊരു സദ്യ ഞാൻ കല്യാണത്തിന് കഴിച്ചിട്ടില്ല, നമ്മൾ സത്യമാണ് ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു സദ്യ കഴിക്കണത്. പാടില്ലെന്നില്ല, അവരാരും മാറ്റുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലെന്ന്. അവർക്കൊക്കെ അങ്ങനെ പ്രശ്നമൊന്നുമില്ലാത്ത വരും. ചില ആളുകൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളത്. ഇച്ചിരി നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് അപ്പച്ചനോടത്തും അമ്മച്ചടുത്തും മുത്തശ്ശനടുത്തും ചോദിച്ചു നോക്കൂ. ഒരു നിമിഷു അവർ പറഞ്ഞിരും, പഴമക്കാർ പറഞ്ഞിരും. അവർക്കറിയാമല്ലോ ചെയ്യണം, എന്ത് പാടും എന്നുള്ള കാര്യം.
അന്നദാനം അല്ലെങ്കിൽ പ്രസാദം ഉണ്ടാക്കുമ്പോ നക്കി ടേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അത് സത്യം. ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് അത് വിളമ്പി കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാവൂന്ന് കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടത്. നല്ലതാണെന്ന് പറയാൻ പാടില്ല. എന്നുവെച്ചാൽ കൊള്ളാം, ടേസ്റ്റാണ്, പൊളിയാണ് എന്ന് പറയാൻ പാടില്ല എന്ന്. അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഒരു വേദപുസ്തകത്തിലും പറഞ്ഞിട്ടില്ല കേസ്. രാമായണത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലോ ഒന്നും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാനൊക്കെ വായിച്ചിട്ടുള്ളതാണ് പണ്ട്. നിഷുവും വായിച്ചിട്ടില്ല. നിഷു രാമായണം നിഷുവും വായിച്ചിട്ടുണ്ട് പണ്ട്. തേങ്ങനെ വീട്ടിൽ വായനക്ക് ഇരുത്തുമായിരുന്നു. എനിക്ക് സപ്താഹത്തിനൊക്കെ വായിക്കാൻ പിടിച്ചിരുത്തിട്ട് ഒരു വാക്ക് തെറ്റി കഴിഞ്ഞാൽ ആ വാക്ക് ശരിയാവണ എഴുതി പറയും. എനിക്ക് എന്നെയൊക്കെ വായിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് സംഭവം അവിടെ നിന്ന് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് മുത്തശ്ശിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേസ്. എനിക്കും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 5-6 പഠിക്കുന്ന സമയത്ത് എൻ്റെ മുത്തശ്ശി എനിക്ക് കൊണ്ട് 100 വയസ്സ് കൂടുന്ന വയസ്സുണ്ട്. അപ്പോൾ അത്രയും പ്രായമുള്ള മുത്തശ്ശിയുടെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സംഭവം പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അമ്പലത്തിൽ പ്രസാദം പറയാൻ പാടില്ല, അതാണ് നല്ലതാണെന്ന് പറയാൻ പാടില്ല, ഒരിക്കലും പറ്റില്ല. നല്ലതാണ് നല്ലതെന്ന് പറഞ്ഞത് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് കേസ്. അത് ദൈവത്തിൻ്റെ ഇടയിലും മനുഷ്യൻ്റെ ഇടയിലും ഇല്ല നിഷു. ഇപ്പോൾ ചിലരൊക്കെ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകാൻ അവിടെ നല്ലതാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ പോയാൽ നമുക്ക് നല്ല നടക്കുന്നുള്ളത് കൊണ്ടല്ലേ. ദോഷമായ ചില അമ്പലങ്ങളിൽ പോയാൽ ദോഷമാണ് ശരിയാവില്ല എന്ന് പറയില്ലേ. എന്തുകൊണ്ടാണ്? അത് നല്ലതല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരിക്കലും പറയരുത്. ഒരിക്കലും ഭക്ഷണം എന്നത് തന്നെ വലിയൊരു ദൈവമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഭക്ഷണത്തെ എപ്പോഴും ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മളെന്താ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആവശ്യത്തോട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ഭക്ഷണത്തെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന്. ഇല്ല നിഷു? നമ്മൾ ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ആക്കാനോ ഒരിക്കലും എത്ര പറയുക ഭക്ഷണം നമ്മൾ കേടായി കളയാതിരിക്കാൻ മാക്സിമം യൂസ് ചെയ്യാനോ കേടാക്കി കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറാണ് പതിവ് അല്ലേ. പിന്നെ അല്ലാതെ. അപ്പോൾ നമ്മൾ വീടെത്തി കേസ് നമുക്കിനി വീട്ടിൽ പോയിട്ട് നല്ല അടിപൊളി സദ്യ കഴിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ ഒരു ചെറിയൊരു ഉച്ചമയക്കം ചിലപ്പോൾ ആവും, ചിലപ്പോൾ ചെറിയൊരു ഇടവേള. ആദ്യം വീട്ടിൽ പോയിട്ട് ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്യുക. കാരണം വീട്ടിൽ പോയിട്ട് നിർത്തിയില്ലെങ്കിലേ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ വല്ലതും ഉണ്ടെങ്കിലാ അതും കൂടി വീഡിയോ കാണിക്കണ്ടേ ലൈവായിട്ട്. അപ്പോൾ തന്നെ അവിടെ വീട്ടിൽ പോയിട്ട് മൈൻഡപ്പ് ഉള്ളൂ. കാരണം വീട്ടിൽ പോയിട്ട് നമ്മൾ പറയാം ഇനി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴേ പറഞ്ഞാണ് നീ അവിടെ നിന്ന് വീണു. എന്താണ് മെച്ചപ്പെട്ടത്? ഇവിടെയാണോ മുകളിലാണോ തടി എടുക്കണോ? ഇങ്ങനെയാണ് തടി എടുക്കണത്. ഞാനും വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് വീണോന്ന് ചോദിച്ചു. എന്തിനുണ്ടോ ഫ്രണ്ടിൽ നമ്മുടെ ചെടിയൊക്കെ അവിടെ സേഫായിട്ടുണ്ടോ? കഴിച്ച് നമ്മൾ ഇന്നലെ വാങ്ങിച്ച ചെടിയാണേ. നമ്മൾ ഇത് വേറൊരു ഡേ മൈ ലൈഫിൽ നമ്മളിത് നടന്നതായിരിക്കും. ഇപ്പം നമ്മളിത് നടന്നില്ല, നടാനായിട്ട് നമ്മൾ പിക്കാസില്ല. അപ്പോൾ അതൊക്കെ പിന്നെ നടാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുവാണ്. നമ്മൾ വീടെത്തി നിശ്ചന്ത വാഴ നോക്കുന്നുണ്ട്. നമുക്ക് ഇനി നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇനി റെസ്റ്റ് ഒക്കെ ആയിട്ട് ബാക്കിയുള്ള വീഡിയോയിൽ കാണാം ഗൈസ്. പിന്നെ ഗൈസ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കിടന്നാണ്. സമയം ഇപ്പോൾ ഏകദേശം 4 മണി ആവാറായി. ഞങ്ങൾ വന്ന് കിടന്ന് ഒരു 4 മണിക്കൂറായി കറണ്ട് പോയി. എൻ്റെ നിഷു അപ്പോൾ പോയ കറണ്ടാണ്. ഇത്രയായിട്ട് കറണ്ട് വന്നിട്ടില്ല. അതാണ് വേറൊരു പ്രശ്നം. എന്തൊരു അവസ്ഥയാണ്. നമ്മൾ KC വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ടച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറണ്ട് വരാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. ടച്ചിങ് അവിടെ മരങ്ങളൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ സമയം എടുക്കുമെന്നൊരു പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും എണീറ്റ് പോയിട്ട് കുളിക്കണം. ഇവിടെ ഉണർന്നിരിക്കാൻ വേണ്ടി കുറേ നേരമായി. ഞാൻ അവിടെ കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയാണ്. നിഷു ഇപ്പോഴും കിടപ്പാണ്, എണീറ്റിട്ടില്ല. ആൾ നല്ല ഉറക്കമായിരുന്നു. വിയർത്ത് കുടിച്ചെണീറ്റത്. ആളുടെ ഉറക്കമൊക്കെ പോയി. ഞാൻ പക്ഷേ അതിന് മുന്നേ എണീറ്റ്. ഞാൻ നേരത്തെ എണീറ്റ്. കറണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റ്. ഞാൻ വന്നിരിപ്പാണ് ചൂടെടുത്തിട്ട്. ഇതാകുമ്പോൾ പുറത്താകുമ്പോൾ ഇരിക്കുമ്പോൾ ഓപ്പണായിട്ടിരിക്കുമ്പോൾ പ്രകൃതിയിലുള്ള ഇവിടെ റൂമിലുള്ള ചൂട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ പുറത്തുനിന്ന് ചെറിയ തണുത്ത കാറ്റൊക്കെ വന്ന് കയറിച്ച സമയത്ത്. അപ്പോൾ അങ്ങനത്തെ രസമുള്ള ഇതിന് ഞാൻ വാലൊക്കെ തോന്നിയിരിപ്പായിരുന്നു. ശ്രുതിയാണെങ്കിൽ വാല കറച്ചിട്ട് കിടക്കുന്നത്. ഞാൻ വാലൊക്കെ തോന്നിയിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അടക്കി കുളിക്കണം പോയിട്ട്. നമ്മൾ അടുത്ത റെഡി വെയിറ്റിംഗ് ആണ്. തേങ്ങ എണീക്കാൻ വേണ്ടി. തേങ്ങ മടിപിടിച്ച് കിടപ്പാ. തേങ്ങ മടിപിടിക്കാൻ കാരണം വേറെ ഒന്നുമില്ല കേസ്. മെയിനായിട്ടും വെള്ളം എടുക്കണ തേങ്ങയാണ്. എനിക്ക് കാലം വയ്യാത്തതുകൊണ്ട് തേങ്ങയാണ് വെള്ളം എടുക്കുന്നത്. താഴെ നിന്ന് വെള്ളം ഇട്ട് കൊണ്ടുവരണമില്ല. മറ്റത് ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുമായിരുന്നല്ല. ഇതിപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് നിഷുവാണ് താഴെ നിന്ന് വെള്ളം ബക്കറ്റിലേറ്റ് മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മടിയാണോ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്. എന്തായാലും ആ മടി പൊക്കി എടുത്തുകൊണ്ട് പോട്ടെ എത്രയും പെട്ടെന്ന്. നിഷുവിൻ്റെ കുറേ നേരത്തെ ആവശ്യം എണീറ്റപ്പോൾ മുതൽ ഭയങ്കര ആവശ്യം. പായസം കുടിക്കണം. അങ്ങനെ അവസാനം പായസമൊക്കെ എടുത്ത് കുടിച്ചിട്ട് മാങ്ങ ഒരു കൂടുതലാണ് പറമ്പിൽ നിന്ന് മാങ്ങ പായസം. ഇന്ന് അമ്പലത്തിൽ വാങ്ങിച്ചിരുന്ന പായസം. ശ്രുതി എണീറ്റപ്പോൾ തന്നെ കറണ്ട് ഇല്ലാത്തതിന് വിളിച്ച് വേർത്ത് വിളിച്ചിട്ട് എണീറ്റപ്പോൾ തന്നെ ഫസ്റ്റ് ഇലക്ട്രിസിറ്റിക്കാരെ വിളിച്ച് കറണ്ട് ഇല്ലാത്തതിന് പരാതി വന്നപ്പോൾ പറഞ്ഞ് നമ്മളെ ലൈൻ അവർ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കാൻ കറണ്ട് ഉണ്ടാവില്ല, വരാൻ സമയമാവും എന്ന് പറഞ്ഞു, ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ
ശ്രുതിയുടെ ഉറക്കം പോയി ചൂടെടുത്തിട്ട് അങ്ങനെ എണീറ്റ മുതലേ പായസം കുടിക്കണം ഭയങ്കര പരാതിയായിരുന്നു. എന്നിട്ട് അവസാനം പായസം എടുത്ത് കുടിച്ച്, ഒരു തവി പായസം എടുത്ത് കുടിച്ച്. അത് ആർത്തിക്കാണോ അതോ എന്തിനാണ് ശ്രുതി കുടിച്ചത്? അതന്നെ കൊതിക്ക് വേണ്ടി കുടിച്ചതാണ്. ഇനി ബാക്കി പായസം രാത്രി ചോറിന് കഴിക്കാന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എടുത്ത് വെച്ച്. അല്ലെങ്കിൽ രാത്രി ചോറിന് പായസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പായസം തരാൻ നിങ്ങൾക്കറിയാമല്ലോ, എവിടെ പോയാലും പായസം തരാൻ എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും. ഇതുപോലെ അന്നദാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അതായിരുന്നു അവസ്ഥ. ഇതിപ്പോൾ തലയിൽ കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി എണ്ണ തേക്കാൻ വേണ്ടി നിൽക്കുക, എണ്ണ ചുറ്റിക്കാണ്, മുടിക്ക് എണ്ണ വെച്ച് എണ്ണ സ്പ്രേ ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണ്. എന്നിട്ട് പോയി കുളിക്കാനായിട്ട്. എനിക്കിന് എണ്ണ ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഇന്നലെ എണ്ണ തേച്ചാണ്. ശ്രുതിയുടെ തല എണ്ണ നിൽക്കൂല, മുട്ടത്തലയാണ്, എണ്ണ നിൽക്കൂല. എൻ്റെ തലയിൽ എണ്ണ നിൽക്കുന്നുണ്ടോ കുഴപ്പമില്ല. സത്യമാണ്, നിനക്ക് നന്ദി ഇല്ല, എനിക്ക് എല്ലാവർക്കും അറിയാം. അണ്ട കേസ് ഇവർക്ക് നന്ദിയില്ല, ഇവിടെ പട്ടി നിൽക്കണ്ട. അവൾക്ക് നന്ദിയില്ല കേസ്, ഇവൾക്കൊരു ജീവിതം കൊടുത്ത ഞാൻ എന്നോട് നന്ദിയില്ല അവൾക്ക്. ഓ പിന്നെ നല്ല ജീവിതം തന്ന്. ഓ എണീക്കൂടെ ആയിപ്പേ. അത് എണ്ണ തേച്ച് സെറ്റാക്കണം. എൻ്റെ ബനിയനെടുത്തിട്ട് എൻ്റെ നിക്കറെടുത്തിട്ട് ഞാൻ ഇവിടെ നിക്കറ ബനിയനില്ലാതെ ജെട്ടിപ്പുറത്ത് ഇരിക്കണത്, അത് വേറെ കാര്യം. എൻ്റെ നിക്കറ ബനിയനൊക്കെ അവിടെ എടുത്തിട്ട് എന്നിട്ട് ഞാനിപ്പോൾ നിക്കറ ബനിയനില്ലാതെ ജെട്ടിപ്പുറത്താണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അലക്കി കുളിക്കാനുള്ളതാണ്, കുഴപ്പമില്ല. തോർത്തെടുത്തിട്ട് ഇവിടെ അലക്കി കുളിക്കാം, കുഴപ്പമൊന്നുമില്ല. ആളെൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചൂടായിട്ട്. ഇതാണ് ഇവിടെ കൊണ്ടുള്ള ശല്യം. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ അവസ്ഥ, എൻ്റെ ബുദ്ധിമുട്ടെന്നാണ്. എന്നെ ഉപദ്രവിക്കുക, എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കും. അതാണ് തേങ്ങയുടെ വിളയാട്ടം അല്ലേ ശ്രുതി? ദിസ് ഈസ് അവർ എന്റർടൈൻമെന്റ്. എന്നിട്ട് തേങ്ങ പറയും ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ്. നീ ആരാണ്? വിനായകനാ? ആളത്തിന്റെ വിനായകനാകാൻ നോക്കുന്നതാണ് തേങ്ങ. ഡോൺ, അതാണ് കോൾ മീ ഡോൺ. ശ്രുതി ഡോൺ അല്ല ഗൈസ്, ശ്രുതി PSR ആണ്. പള്ളിക്കൽ വീട്ടിൽ ശ്രുതി രാജേഷ് കുമാറാണ് ശ്രുതി. ബലൂണൊക്കെ ഞാൻ റീലിന് വ്ളോഗിൽ കാണിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ വാങ്ങിച്ച ബലൂൺ ഇതാണ് ഗൈസ്. നമ്മൾ കാണിച്ചിട്ട് നേരത്തെ വന്ന സമയത്ത് കട കാണിച്ചില്ലേ, ആ കട പൂട്ടിയെന്ന് പറഞ്ഞില്ലേ. ശ്രുതി ബലൂൺ വാങ്ങിച്ച ശേഷം കട പൂട്ടിപ്പോയി എന്ന് പറഞ്ഞില്ലേ. ആ കടയിൽ നിന്ന് വാങ്ങിച്ച ബലൂണാണ് ബലൂൺ തൂങ്ങിയിരിക്കുന്നത്. നന്നായിട്ട് വീർത്തിരുന്ന ബലൂൺ അപ്പോൾ ഉണങ്ങി വീഴാറായി. ഞാൻ ചാവും മാമ, ഇപ്പം ചാവും, എന്നെ പിടിച്ചോളി എന്ന് പറഞ്ഞാൽ ബലൂണോടെ നിൽക്കുന്നത്. തേങ്ങ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോയി ആരെ കുളിക്കട്ടെ. സമയം ഏകദേശം 4 മണി കഴിഞ്ഞു, 4:15. നമുക്കിനി പെട്ടെന്ന് കുളിച്ച് ഫ്രഷായിട്ട് പതുക്കെ നടക്കാനൊക്കെ പോവാം. അപ്പോൾ കഴിച്ച് നമ്മൾ അലക്കി കുളിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അലക്കി കുളിച്ചിട്ട് വേണം. ശ്രുതി ഓൾറെഡി ഫ്രണ്ടിൽ പോയി. ഞാൻ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കി സാധനമൊക്കെ തുണിയൊക്കെ ശ്രുതി എടുത്തിട്ടുണ്ട്, ബക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അലക്കി കുളിച്ചിട്ട് വരാൻ പോയിട്ട് അലക്കി കുളിച്ച് ഫ്രഷായിട്ട് വേണം നമുക്ക് നടക്കാനൊക്കെ പോകാം. എനിക്ക് കാലിന് വേണ്ട കേസ്, കാല് കിട്ടുന്നില്ല. കാണിച്ചത് കാലുണ്ടോ കേസ്? ഈ സൈഡ് നീരിച്ചുണ്ടോ? ആ സ്ഥലത്ത് കണ്ണോട് നീരിച്ചുണ്ടോ കേസ്? നീരിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വേദനയുണ്ട്. കേസ് വീണത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഡൈമ ലൈഫ് കണ്ടാണ്, അതിൽ ഞാൻ വീണവിടെ കണ്ട് കാണിക്കുന്നുണ്ട്. ആ വീഴ്ചയാണ് കേസ് ഈ കാലിൻ്റെ വേദനയ്ക്ക് കാരണം. ഇപ്പോൾ മാറാത്ത വേദന ഞാൻ നിൽക്കുന്നു. നാളെ കൂടെ പരിപാടിയുണ്ട്. നാളെ ഡൈമ ലൈഫ് എടുക്കും, കാരണം നാളെ നമ്മുടെ ചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാം കാണിക്കണം. അതിൻ്റെ ഡൈമ ലൈഫ് എടുക്കും, അതല്ലെങ്കിൽ ഈവനിങ് വ്ലോഗ് എടുക്കും. പിന്നെ നാളെ ഹോസ്പിറ്റലിൽ പോകണം രാവിലെ, അത് വേറെ കാര്യം. അത് നമുക്ക് ചെയ്യാൻ വെച്ചാൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ശ്രുതിയുടെ താഴത്തെത്തിയിട്ടുണ്ട്, ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്തായാലും ഇന്ന് ഡ്രസ്സ് ഇറക്കാനുണ്ടോ എന്ന് പറഞ്ഞിടാ. ഇന്ന് ഡ്രസ്സ് ഇറക്കാനുണ്ട്, ഇന്ന് എനിക്ക് ഡ്രസ്സ് ഇറക്കാനുണ്ട്. ഡ്രസ്സ് ഇറക്കണ വീട്ടിൽ ഞാനാണ് കേസ്, അത് വേറെ കാര്യം. ഇവിടെ ഡ്രസ്സ് എപ്പോഴും ഇറക്കണം ഞാനാണ്. എനിക്കിപ്പോൾ കാലിന് വേദന ശേഷം വേണം ശ്രുതി വെള്ളം എടുക്കണത്, അല്ലെങ്കിൽ വെള്ളം എടുക്കണത് ഞാനാണ്. ശ്രുതിയുടെ അവരുടെ കുക്ക് ചെയ്യാൻ, പാത്രം കഴുകുക, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വീടൊക്കെ ഇടയ്ക്ക് അടിച്ചു വരും, വല്ലപ്പോഴും അതെപ്പോഴും അടിച്ചു വരാറില്ല, ഇടയ്ക്ക് അടിച്ചു വരാറുള്ളൂ. ഇന്ന് അടിച്ചു വരും, തീയിട്ടു. അതുപോലെ എല്ലാ ദിവസവും അടിച്ചൊരു തീയിടാറില്ല, അതാണ് അതിൻ്റെ വേറൊരു സത്യം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിച്ചൊരു തീയിടാറുണ്ട്. ആ സമയത്ത് ഞാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു കേസ്. ഇപ്പോഴത്തെ ഒരു 5 കുപ്പി വെള്ളമെടുക്കുന്നുണ്ട്. 5 കുപ്പി വെള്ളമെടുക്കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നടന്നാ കഴിച്ച് നിശ്ചിത കുപ്പിയിലെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നിറച്ചിട്ടാണ് നമുക്ക്. ഞാൻ പോയി തുണി ഇറക്കട്ടെ, അതിൻ്റെ മെയിൻ പരിധി.
അതൊരു ടാസ്ക് തുണിയൊക്കെ അവിടെ തീർക്കാം. അതിൻ്റെ ആവശ്യം. അപ്പോൾ ഗൈസ് നിഷും ബക്കറ്റ് എടുത്ത് വെള്ളം എടുത്തുകൊണ്ടു, കിണറ്റിൽ വെള്ളം എടുത്തുകൊണ്ടു. പൈപ്പിൽ വെള്ളം വരുന്നില്ല. പൈപ്പിൽ വെള്ളം വെച്ചാൽ കറണ്ടില്ല മോട്ടർ അടിക്കാനായിട്ട്. അപ്പോൾ വെള്ളം കിട്ടൂലല്ലോ. അതുകൊണ്ട് കിണറ്റിൽ നിന്ന് കോരെടുക്കേണ്ട അവസ്ഥയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഒച്ചപ്പാട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിഷു ഇത്രയായിട്ടും ഒരു 1/4 ബക്കറ്റ് വെള്ളം കോരി കൊണ്ടുവന്നാണ് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ മോട്ടർ അടിക്കുന്ന മുന്നേ ഇതിനു മുമ്പ് കറണ്ട് ഇല്ലാതെ മോട്ടർ അടിക്കുന്ന മുന്നേ ഞാനാണ് പൈപ്പിൽ സ്ഥിരമായിട്ട് കിണറ്റിൽ വെള്ളം കോരി കൊടുത്തുകൊണ്ടിരുന്നത്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കോരി കൊടുത്തിട്ടുണ്ട്, അലക്കാനും കുടിക്കാനും എല്ലാത്തും. എന്നിട്ട് ഇപ്പൊ ഒന്ന് അത് സോപ്പിടാൻ വയ്യ. എല്ലാ ഡ്രസ്സും ഞാൻ സോപ്പിട്ട് കൊടുത്തു കേസ്. അവളുടെ ആ ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രമേ സോപ്പിടാൻ നമുക്ക് വയ്യ. അതിലും ഞാൻ സോപ്പിട്ട് കൊടുക്കുന്നു. എന്തൊരു മടിയെത്തിയാണ്. മടി വേണം നിഷു ഒരു പരിധിയൊക്കെ. ഞാൻ ഒന്ന് സോപ്പിട്ട് കൊടുത്തു തുടങ്ങിയോണ്ട് പിന്നെ ഡെയിലി നടക്കുന്നത് ഞാനാണ്. നീ എൻ്റെ ഇടതേ ശരിയാക്കാൻ വേണ്ടി ഭയങ്കര അലക്കലാണ്. ഇടത് ശരിയാൻ വേണ്ടിയാണ് തുണി അലക്കണത്. തുണി അലക്കണം നിനക്ക് സന്തോഷം കിട്ടാൻ സമ്മാനത്തിന് വേണ്ടിയാണ്. അത് എൻ്റെ കൈ ശരിയാൻ വേണ്ടി, അത് മനസ്സിലാക്കിയോ. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വെള്ളം കൂടി കൊടുക്കണം. എന്നിട്ട് നോക്കി എന്നിട്ട് എൻ്റെ പറയും ഞാൻ നല്ല നീ സോപ്പെടുത്തൊക്കെ കുടിക്കുന്ന സോപ്പ് നിന്റെ ബാക്കിലിരിക്കുന്നത്. അതുപോലെ എടുക്കാൻ നിനക്ക് വയ്യേ. ഇവിടെ എപ്പോഴും ഇങ്ങനെ കേസ് എപ്പോഴും തല്ലുകൂടിയാൽ പിന്നെ അടിയിലേക്ക് കൊണ്ടിരിക്കും ഫുൾ ടൈം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടോ കേസ്. അപ്പോഴത് ചെട്ടരിച്ച് മൂടിച്ചില്ല. ചെട്ടരിച്ച് മൂടിക്കാത്തത് എരി കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കും. ഞാനാണിപ്പോൾ ചെട്ടരിച്ച് മൂടി വെക്കുന്നത് എരി കൊണ്ടുപോയിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതും ചെയ്യാൻ വയ്യ. ഇനി പോയി വെള്ളം കൂടി പോക്കട്ടെ. ഞാൻ വെച്ചപ്പോഴും വെള്ളം ഉണ്ടാക്കി തോന്നും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെള്ളം കോരുന്നത്. ഇത് പണ്ട് ഇങ്ങനത്തെ ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ സ്ഥിരമായിട്ട്. നമ്മൾ വെള്ളം കോരിയാണ് അലക്കി കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ പോകുന്നുള്ളൂ. അത് കറണ്ട് ഉണ്ടാകുമ്പോൾ മോട്ടർ അടിച്ചെടുത്തോളാം. ഇവിടുത്തെ മാമ നമ്മുടെ പെർമിഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് മോട്ടർ അടിച്ചെടുക്കുന്നു. ഇപ്പോൾ ഒന്ന് കോരിയാണ് ഈ പറഞ്ഞ ഒച്ചപ്പാട് വെള്ളം ഉണ്ടാക്കുന്നത്. അതും ഒരു 1/4 ബക്കറ്റ് വെള്ളമാണ് കോരി കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു തൊട്ടി വെള്ളം കോരിനാണ് ഈ കാണുന്ന ഒച്ചപ്പാടുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇനി അത് ഫുൾ ഊരിപ്പോയി ഞാൻ വെള്ളം കോരി കൊടുക്കും. എനിക്കൊരു മടിയില്ല. എന്നിട്ട് പറയുമ്പോൾ ആർജന മടിയാണ് നമ്മൾ ഭയങ്കര ഇതായിക്കൊണ്ടിരിക്കും. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് തേങ്ങയുടെ ഓരോ പരിപാടികൾ. അപ്പോൾ കഴിച്ച് ഞാൻ കുളിക്കാൻ വേണ്ടി പോകണം. വെള്ളത്തിൽ തുറന്ന് പൈപ്പ് നനച്ചിട്ടുണ്ട്. അങ്ങനെ കുളിക്കുന്നു. അതിൻ്റെ അടുത്ത് ആ തുണി കൂടി സോപ്പിട്ട് തരുമെന്ന് പറഞ്ഞ് അവിടെ ഇട്ടുന്ന ഡ്രസ്സാണ്. ഞാൻ സോപ്പിട്ട് കൊടുക്കട്ടെ. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമാണ്. എന്തായാലും കറണ്ടൊന്നും വന്ന നല്ല കാര്യം. അതുകൊണ്ട് ഇനി ഇപ്പോൾ പെട്ടെന്ന് കുളിക്കാൻ വെള്ളം പൈപ്പിലുണ്ട്. ടാങ്ക് നിറച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് തേങ്ങ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായി ഇവിടുന്ന് അലക്കി കുളിക്കട്ടെ. ഇത്ര തുണി അലക്കി സോപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും ഒച്ചപ്പാടും വെള്ളമാണ്. എപ്പോഴും എന്തോ കുറച്ച് നേരം കറണ്ട് ഇല്ല എന്നിട്ട് വെള്ളം കോരാൻ വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം കോരിടും. അതിനാണ് ഒരു ബക്കറ്റ് വെള്ളം കോരിടും. അതിന് എത്ര കലിപ്പ്. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം കോരി കൊണ്ടുവന്നത്. പിന്നെ 4 ബക്കറ്റ് വെള്ളമാണല്ലോ. പിന്നെ ആ ബക്കറ്റ് പോലും ഇല്ലാത്ത ബക്കറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കറിഞ്ഞൂടാ. എന്തായാലും കളിപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരുപാട് വെള്ളം കോരി വന്നിട്ടുള്ള തന്നെയാണ്. അപ്പോൾ കഴിച്ച് ഇന്നത്തെ അലക്കുളി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ കറണ്ട് പോയത് ശരിക്കും പണിയായിപ്പോയി. ഫോണിൽ ചാർജില്ല. ഇനി ഫോൺ ചാർജ് ചെയ്യണം. അത് വേറെ സീൻ പ്രശ്നം. വണ്ടി പോണ്ട് തുണിയൊക്കെ അലക്കി എടുത്തിട്ടുണ്ട്. ക്യാനിൽ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുപ്പികളൊക്കെ എനിക്ക് സഞ്ചിയിലാക്കി തോർത്ത് സഞ്ചി പോലെ കെട്ടിയിട്ട് അതിനകത്താക്കി തന്ന് ഞാൻ മല കയറി വീട്ടിൽ പോകുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. കാല് ശരിക്കും വേനുണ്ട്. പക്ഷേങ്കിലും ഇതൊക്കെ നമ്മൾ നിർത്താൻ പറ്റാത്ത കാര്യങ്ങളില്ലേ. ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകണം. ഈവനിങ് വാക്കിലേക്ക് പോകണം. അപ്പോൾ അതൊക്കെ നമുക്ക് നിർത്താൻ പറ്റാത്ത കാര്യമാണ്. കാല് വേണമെന്ന് വെച്ചാൽ അത് നിർത്തി കഴിഞ്ഞാൽ മെൻ്റലി ഡിപ്രഷൻ അടിച്ച് വയ്യാതെ. അതുകൊണ്ട് അതൊക്കെ നടത്തുന്ന കാര്യങ്ങളാണ്. കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ നിശ്ചിത അലക്കി ഊരി പിഴിഞ്ഞിട്ട് നമ്മളെ അയലഴിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി പോകാനായിട്ട് നമ്മൾ ഡ്രസ്സ് മാറട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതേ പോവുകയാണ്. നടക്കാൻ വേണ്ടി പോകാം. അതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നടക്കാൻ ഇറങ്ങിയൊക്കെയാണ്. ഞാൻ എനിക്ക് മാങ്ങ കിട്ടി. ഞാൻ അത് തിന്ന് നടക്കുകയാണ്. ചൂടാണ്. ചൂടത്ത് മാങ്ങ തിന്നാൻ പാടില്ല. ഭയങ്കര ബോഡി ഹീറ്റാവും. പക്ഷെ കിട്ടുമ്പോഴേ തിന്നാൻ പറ്റും. നമുക്ക് നടന്നിട്ട് വരാം. മലകയറ്റമാണ്. മലയാറ്റവും മലയെ പോലെയാണ്. നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോയി നടന്നിട്ട് വരാം ഗൈസ്. അങ്ങനെ നിശ്ചയ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ പതുക്കെ ബാക്കിൽ പോകുന്നുണ്ട്. നമ്മൾ നടന്ന് ഏകദേശം പകുതി പോലും ആയിട്ടില്ല. ഇനി പകുതി കൂടെ ഇനി പോകാനായിട്ട് ഞാനും മാത്രമാണ്. ഈവനിങ് വാക്ക് നമുക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. ഈവനിങ് വാക്കൊന്നും നിർത്താൻ പറ്റില്ല. അവൻ പോകണം. പിന്നെ എന്തായാലും
നാളെ ഒരു ഡേ ലൈഫ് എന്തായാലും ചെയ്യും. അതല്ലെങ്കിൽ നാളെ ഈവനിങ് വ്ളോഗ് ചെയ്യും. എന്തെങ്കിലും വ്ളോഗ് നാളെ ചെയ്യും. നാളെ ഹോസ്പിറ്റലിൽ പോകാനുള്ള ദിവസമാണ്. എന്താ നിഷു ഹോസ്പിറ്റലിൽ പോകണ്ടേ? നിഷു നാളെ ഹോസ്പിറ്റലിൽ പോകണ്ട. അപ്പോൾ നാളെ നമുക്ക് അമ്പലത്തിൽ പോകണം. നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാം. എന്നിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോവാം കേട്ടാ. അത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഇതൊക്കെ ഒഴിക്കാൻ പോലെ ഉച്ചയ്ക്ക് പോയാൽ പോലെ കൊടുക്കാനായിട്ട്. രാവിലെ പണി കഴിഞ്ഞ് ഓടിയാൽ പോലെ ഹോസ്പിറ്റലിലേക്ക്. രാവിലെ പണി കഴിഞ്ഞ് നമുക്ക് ഒരുക്കാൻ വേണ്ടി ഓടാം. അതുപോലെ ഉച്ചയാകുമ്പോഴേക്കും പണി തീരുമല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പോഴാണ് പകുതി ആയതല്ലേ ശ്രുതി? താഴത്തേക്ക് റോഡ് പകുതി ആയി. ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് വെച്ച് നോക്കും പകുതിയായി. ഇനിയും പകുതി കൊണ്ട് നോക്കാണ്ട് നടന്ന് കഴിയുമ്പോൾ നമ്മൾ താഴെത്തും. ഇതേ മാങ്ങ നിന്ന് നടപ്പാണ്. തീറ്റയ്ക്ക് ഒരു കുറവില്ല. അതാണ് നിഷുവിൻ്റെ വേറെ പ്രത്യേകത. ഫുഡ് എന്ന് പറഞ്ഞാൽ നിഷുവിനോട് ബാക്കിയാണ്. ആ ഫുഡ് വന്നിരിക്കും. അപ്പോൾ പോയിട്ട് കാണാൻ. അപ്പോൾ കഴിച്ച് നമ്മൾ ഈവനിങ് വാക്കിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് എത്താറായി. നമ്മൾ ബെസ്റ്റ് സ്റ്റോപ്പാണ് ഫിനിഷിംഗ് പോയിന്റ് വെച്ചു. നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ചെയ്യുന്നത് തിരിച്ച് വീട്ടിൽ പോകും. ഇതിൻ്റെ പേരാണ് ഈവനിങ് വാക്ക്. നമ്മൾ ശരിക്കും ഈവനിങ് വാക്കാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് മൈൻഡ് റിലാക്സ് വേണ്ടി 4 ആൾക്കാരെ കാണാൻ വേണ്ടി കുറച്ച് വണ്ടികളൊക്കെ പോകുന്നത് കാണുമ്പോൾ സമാധാനം. നമ്മുടെ ഭൂമിയിലൊക്കെ ആണെന്നൊക്കെ ഒരു സന്തോഷം. പിന്നെ ഈ പ്രകൃതിപരമായി സ്ഥലത്തുകൂടെ നടക്കുമ്പോൾ രസമല്ലേ? അങ്ങനെ ഒന്ന് നടക്കുന്നതാണ് നമ്മൾ അതിനോട് നടക്കുന്നത് മെയിനായിട്ടും. നമ്മളത് ബെസ്റ്റ് സ്റ്റോപ്പ് എത്തി പോയി കുറച്ച് ഇരിക്കട്ടെ കേസ് ഉണ്ടാവും. അതൊക്കെ വീട്ടിലേക്ക് പോവാം. നമ്മളെ ബസ് ഇതാ വരുന്നു. സിപ്പിമോളെ നാളെ ഒരുക്കട കാര്യം പറഞ്ഞിട്ട് പോയതാണ്. നാളെ 25-ാം തീയതി നാളെ ശിവരാത്രി അനുബന്ധിച്ച് ഡാൻസ് ആണ് കേസ്. അതിന് വേണ്ടിയിട്ടാണ് ചേച്ചിമാരൊക്കെ ബസ്സിലിറങ്ങാൻ പോണു. നമ്മളങ്ങനെ പോവേൻ ഗൈസ്. ബാക്കിൽ വണ്ടി വരണുണ്ട്. ആർജെ വണ്ടി വരണം പെട്ടെന്ന് മാറും. ബാക്കിൽ വണ്ടി ആർജെ സ്ലോ മോഷനിൽ വരെയാണ്. നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോകാം. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ കഴിച്ച് നമ്മളത് ഈവനിങ് ബാക്കി തിരിച്ചു പോകുമ്പോൾ ശ്രുതികളെ വണ്ടി ഓടിച്ച് കളിക്കുകയാണെങ്കിൽ താഴെ തുടങ്ങി ഓട്ടമാണ്. പട്ടിയെ മേടിച്ചോടി പോവാണെന്ന്. പട്ടി ഏതോ സൈക്കിൾ ഉണ്ടെന്ന് നമ്മൾ നടന്ന് അവിടെ നിന്ന് ഇവിടം വരെ ഓടി വന്നത്. ശ്രുതി നടന്നപ്പോഴേക്കും പട്ടി മേടിച്ച് ഓടിക്കളഞ്ഞ്. പട്ടി കഴിഞ്ഞത് ഏതോ സൈക്കിൾ ഓടിയിട്ടത് പട്ടിയെ പിടിക്കാണ്ടിരുന്നെന്ന് വെച്ച് പട്ടി ഓടിക്കളഞ്ഞ്. എന്ത് ചെയ്യാൻ? പാവം പട്ടിനെ പേടിപ്പിച്ച് ശ്രുതിയല്ല നിഷു. തേങ്ങയുടെ പേര് നിഷു എന്നാണ് ഞാൻ വിളിക്കുന്ന പേര്. അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. മാറ്റി വിളിക്കാൻ പാടുള്ളൂ. ശ്രുതി എപ്പോഴും നിഷു എപ്പോഴും കളിപ്പാണ്. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രുതി പറഞ്ഞു ശ്രുതി വായിന്നെപ്പോഴും ഉണ്ടോ ഇനി ഒരു നിഷു മാത്രം വിളിക്കാൻ പാടുള്ളൂ എന്ന് ശ്രുതി പ്രത്യേകിച്ച് കളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു നിഷു മാത്രം വിളിക്കുള്ളൂ. മാക്സിമം ട്രൈ ചെയ്യാം. ഈ നിഷു എന്നത് ഞാനിട്ട പേരാണ് നിഷുവിന്. അവളുടെ ശരിക്കത്തെ പേര് ശ്രുതി എന്നാണ്. ശ്രുതി എസ് ആണ് ശരിക്കുള്ള പേര്. തേങ്ങാ ശ്രുതി എന്ന് ഓർഫനേജ് വിളിച്ച പേര്. പിന്നെ കോക്കു എന്ന് കുളിക്കും ഓർഫനേജിൽ. പക്ഷേ ഞാൻ വിളിച്ച പേര് നിഷു എന്നാണ്. അപ്പോൾ അത് തന്നെ വിളിച്ചാൽ മതി. മാറ്റി വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നമാണ്. 5-6 വർഷമായിട്ട് അവൾ ഓടിച്ച് പട്ടി ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ നിഷു വന്ന് കല്ലെടുത്തെറിഞ്ഞാണ്. ടിപ്പ് മോനെ നിനക്ക് കയറിയിട്ടാ? അവൾ സൈക്കോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. അവനറിയാം. ഇവിടെ ടിപ്പു നിൽക്കുന്നു. അവിടെ ടിപ്പുവിൻ്റെ കാമുകി. അത് ടിപ്പുവിൻ്റെ കാമുകി. ആ നിൽക്കുന്ന ടിപ്പുവിൻ്റെ കാമുകിയാണ്. രണ്ടുപേരും നിഷുവിനെ പേടിച്ച്. അവൾ പ്രഗ്നൻ്റാണ്. രണ്ടുപേരും നിഷുവിനെ പേടിച്ചിട്ട് അത് നിൽക്കുന്നു ടിപ്പുവിൻ്റെ കാമുകി. ആ ഇരിക്കുന്ന ടിപ്പു. രണ്ടുപേരും നിഷുവിനെ പേടിച്ച് ഓടിപ്പോയതാണ്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്കൻ ഉണ്ടാവും. അവനോട് ബ്ലാക്കിൻ്റെ അവൻ വീട്ടിൽ കയറി ഓടിപ്പിക്കുന്നത്. അവൻ വീട്ടിലേക്ക് ഓടിക്കളഞ്ഞു. ഇതാണ് നിഷുവിൻ്റെ ഓരോരോ സൈക്കോ തരങ്ങൾ. എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ അതൊക്കെ വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് നമ്മുടെ ഡിന്നറൊക്കെ കഴിക്കാനായിട്ടോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് പറയാം കേസ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ ഞാൻ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് റീല് പോസ്റ്റ് ചെയ്തിട്ട് റീൽ എടുത്ത് വെച്ചിരിപ്പുണ്ട്. അത് പോസ്റ്റ് ആക്കി ശരിയാവില്ല. ഓൾറെഡി ഒരുപാട് പോസ്റ്റിംഗ് ലേറ്റാണ് ഈ റീലൊക്കെ. ഇന്നത്തെ റീല് കുറേയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. യൂട്യൂബിലും പോസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് റോഡ് നിങ്ങൾക്ക് ബാക്കിൽ വണ്ടി ഉണ്ട്. ഈ റോഡിൽ കൂടെ വണ്ടി വല്ലപ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നട റോഡിൽ കൂടെ നടക്കാം. ഇതുപോലെ ആടിനും ചങ്ങാതിക്കും ആരും ഒരാൾ പോകും എന്ന് പറയില്ലേ, ആ അവസ്ഥയാണ്. ഇന്ന് നടക്കമേ അമ്മച്ചിയായ മടി കുത്തി നടക്കണേ വീഴാറായ. ഇങ്ങനെയാണ് ഓരോരോ ഇത് കാണിച്ചു നടക്കും.
നിങ്ങളതും കണ്ട് പേടിക്കരുത്. എന്താണ് ക്യാമറ കാണോ? ഓ ഗൈസ്, ഇവിടെ സൂര്യൻ നിൽക്കുന്നത് കാണുന്നുണ്ടോ? നേരിട്ട് അടിപൊളിയാണ് ശരിക്കും. സൂര്യൻ ചുമചുമാന്ന് നിൽപ്പുണ്ട്, അടിപൊളി നിൽപ്പുണ്ട്. പക്ഷേ ക്യാമറ ക്ലാരിറ്റിലൊന്നും കാണില്ല. ഫോൺ ക്യാമറയല്ലേ ആ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഫൈനലൈസ് നമ്മൾ രാത്രിത്തെ ഫുഡ് നമ്മളെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ കരീച്ച ഇന്നലെയൊക്കെ ഭയങ്കര കരീച്ചയല്ല, മറ്റേ ഈയല്ലേ, ഉറുമ്പിയൽ, എരുമ്പില്ല അങ്ങനെ എന്തോ ആരും പറഞ്ഞ് കമൻറ്റ് ഇട്ടായിരുന്നു. എരുമ്പിന്ന് അതിൻ്റെ പേരെന്ന് പറഞ്ഞത് എനിക്ക് അറിഞ്ഞു എന്തോ അത് വരും കൈസ്. അപ്പോൾ അതിന് ഫുഡ് കഴിക്കണം, നേരത്തെ ഫുഡ് കഴിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. സൂര്യൻ്റെ മേശ വൃത്തിയായിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് വളർത്തി സെറ്റാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഭക്ഷണം കഴിക്കാം രാത്രിത്തെ. എന്തായാലും പെട്ടെന്ന് ഭക്ഷണം നല്ല അടിപൊളി സദ്യയാണ് നമുക്ക് രാത്രിക്കുള്ളത്. എന്തായാലും പാർസൽ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടിയില്ല അല്ലേ നിഷു? പാർസൽ അവർ കൊടുക്കുന്നത് സാമ്പാറും അവിയലും പിന്നെ തോരനുണ്ടാ? സാമ്പാർ അവിയൽ മാത്രമേ ഉള്ളൂ അല്ലേ? കുറച്ച് ഉള്ളൂ അല്ലേ? തോരനുണ്ടായിരുന്നാ? തോരനുണ്ടായിരുന്നില്ല. അച്ചാറും കിട്ടിയില്ല. കുഴപ്പമില്ല, നല്ല നമുക്ക് വിശപ്പ് ഭക്ഷണം ഉണ്ടല്ലോ അല്ലേ നിഷു? അത് മതി, നമുക്കതാണ് വേണ്ടത്. നമുക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണം മതി. ശരിക്കും അമ്പലത്തിൽ രാത്രി ഭക്ഷണം നമുക്ക് പോയി കഴിക്കാമെന്നുള്ളൂ. പക്ഷേ നടന്നു പോകാനുള്ള ദൂരം കൂടുതലാണ്. റൂട്ട് കണ്ടിച്ചിട്ട് മാത്രമേ നടന്നുള്ള ദൂരം കൂടുതലാണ്. അത് വേറൊരു പ്രശ്നം. നല്ല ദൂരമുണ്ട് നടന്നു പോകാനായിട്ട്. പിന്നെ അടുത്തുള്ളൂ, അതാണ് വേറൊരു പ്രശ്നം. എന്തായാലും നടന്ന് പോയി കാണണം, അല്ലെങ്കിൽ ശരിയാവില്ല. നടന്നു പോയി വഴി കണ്ടുപിടിച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ ഓട്ടോ കാശ് പോയി ഒരുപാട് പൈസ കയ്യിൽ നിന്ന് പോകും അല്ലേ? ഇപ്പം തന്നെ കുറേ കാശ് കയ്യിൽ നിന്ന് പിച്ചക്കാരൻ ഇപ്പം തന്നെ ഒരുപാട് കാശ് പോയി പിച്ചക്കാരാണ് അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, വലിയ പണിയാവും. നിശ്ചയം ചോറ് വന്ന് തുടങ്ങി. ഞാൻ പെട്ടെന്ന് കൈ വെച്ചിട്ട് എൻ്റെ റീലിൽ ഇൻട്രോ കൊടുക്കട്ടെ, എന്നിട്ട് ഒന്ന് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ അതേ കൈസ് ചോറും കാര്യങ്ങളൊക്കെ വന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. വെള്ളമൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി എല്ലാം കഴിഞ്ഞു. ഇനി പോയി ഫുഡ് കഴിക്കാതെ മെയിൻ പരിപാടി. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരത്തെ കിടക്കാം. നമുക്ക് നാളെ പണിയുണ്ട് രാവിലെ നേരത്തെ. ഇപ്പം നാളത്തെ ഡേ ലൈഫ് വ്ലോഗ് എടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടന്നാൽ എല്ലാ കാര്യം നടക്കുന്ന നല്ല ഫാസ്റ്റ് നടക്കുള്ളൂ, പണിയാവും. അവിടെ നമുക്ക് ഫാസ്റ്റ് ഫുഡ് വെച്ച് നമുക്ക് നേരത്തെ കിടന്നു പ്ലാൻ ചെയ്യാം. അപ്പം ഗൈസ് ഫൈനലി ഇതായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സദ്യ അതാണ്. എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിയട്ടെ ഗൈസ്. ഫൈനലി ഗൈസ് നമ്മൾ പായസം കുടിക്കാൻ കണ്ട പായസം ഞാൻ കുടിക്കട്ടില്ലെങ്കിൽ ആരെയും തീർക്കും. അപ്പോൾ കൈസ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഉണ്ടായിരുന്ന സാമ്പാർ ശ്രുതി ബാക്കി ചൂടാക്കി വെക്കാണ്. നമുക്ക് കുറച്ച് ചോറ് ബാക്കിയുണ്ട്. ചിലപ്പോൾ നാളെ രാവിലെ കഴിക്കും. പിന്നെ അതുകൂടാതെ ഈ പാത്രം കൈ വെച്ചാൽ മാത്രമേ നമുക്ക് നാളത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? നാളെ നമുക്ക് വേറെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കഴിയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ കൈ വെക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ട് പോവാണ്. ഇതൊക്കെ ശ്രുതിന് ഈ പാത്രം കഴിച്ചിട്ട് എടുക്കുള്ളൂ. ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ പല്ലൊക്കെ വെച്ചിട്ട് എടുക്കും. ശ്രുതി അമ്മയ്ക്ക് പാത്രം കഴുകും. ശ്രുതി പാത്രം കഴുകി കഴിഞ്ഞതും ഞാൻ പല്ലൊക്കെ തേക്കും. അപ്പോൾ സമയം കറക്റ്റായിരിക്കുമല്ലോ. ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പല്ലേക്കാൻ പാടുള്ളൂ അല്ല നിഷു? 15 ടൈമിന് വേണ്ടിയിട്ട് നോക്കിയേക്കാം. അപ്പോൾ ദേഗേശ് നിഷു പാത്രം ഇങ്ങനെ സ്ഥലത്ത് വരുന്നു. പാത്രം കഴുകൊണ്ടിരിക്കുകയാണ്. കുപ്പിയൊക്കെ കഴുകുമ്പോഴത്തേക്ക് കൊണ്ടുവരട്ടെ. മക്കളിന് കുറച്ച് വെള്ളം കൊണ്ടുപോകും. ഇപ്പോൾ പല്ലേക്കാം. രാവിലത്തെ പല്ലേക്കാൻ ഉണ്ടാവും തോന്നുന്നില്ല. എന്നിട്ട് ഇപ്പോൾ പല്ലേക്കാം നോക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ശ്രുതി സാമ്പാർ അടുപ്പ് വെച്ച് വിട്ടപ്പോൾ സാമ്പാർ തിളച്ച് ഓഫാക്കി എടുത്തോക്കണം. നിശ്ചയ സമയം കൊണ്ട് പാത്രം കയറ്റി വരട്ടെ പെട്ടെന്ന്. അവിടെ പാത്രം കൈക്കൊണ്ടിരിക്കുന്നത്. പാത്രം കുളിച്ച് അവിടെ മുഖനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെയിമ ലെഫ്റ്റ് സീറ്റാണ്. ഇത്ര ഉള്ള വിശേഷങ്ങൾ. ഡിസ്റ്റർബൻസ് ആണ് തോർത്ത്. ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഗുളികയും കഴിച്ചു. ശ്രുതി ഗുളിക കഴിച്ചത് ഞാൻ വീഡിയോ കാണിക്കാൻ പോയി. ഗുളിക കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പല്ലേക്കാണ്ട് ഞാൻ പല്ല് തേച്ചു. ശ്രുതി പല്ല് തേച്ചു. ഞാൻ പല്ലേക്കാണ്ട് നല്ല കുട്ടിയാകും. പെട്ടെന്ന് പല്ലേക്കാൻ പാടാ ചെയ്യാം. ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഞാൻ പാത്രം കഴുകി കഴിഞ്ഞിട്ടാണ് പല്ല് തേച്ചത്. എന്നാലും സമയം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും പല്ലേക്കണം. ഇനി ഞാൻ പല്ല് വെച്ചിട്ട് കിടക്കാനായിട്ട് നമുക്ക് നാളെ നേരത്തെ വെച്ച് പണ്ട് നാളെ നമ്മൾ എന്തായാലും വ്ലോഗ് എടുക്കുന്നുണ്ട്. വേറെ വ്ലോഗ് എടുക്കുന്നുണ്ട് ഡയമണ്ട് ലൈഫ്. നാളത്തെ ഡയമണ്ട് ലൈഫിൽ മെയിൻ കുറച്ച് ആളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എടുക്കാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഡയമണ്ട് ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ്സ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ കമന്റ്സ് റിപ്ലൈ ലേറ്റ് ആണെന്ന് വെച്ചെങ്കിൽ മാക്സിമം ഫാസ്റ്റ് കൊടുക്കാം. എങ്ങനെ എല്ലാവരും വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ